ഗസയിൽ ബാല്യമില്ലാതായി ഇല്ലാതാക്കിയത് ഇസ്രായേലാണ്, പറയുന്നത് UN ആണ്. അപ്പോൾ UNൻ്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പറയുകയാണ്, ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 20,000-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടു, 44,000-ലധികം കുട്ടികൾക്ക് പരിക്കേറ്റു. എന്തിന്? ഈ യുദ്ധം അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച 2025 ഒക്ടോബറിന് ശേഷം 265 കുട്ടികൾ കൊല്ലപ്പെട്ടു. സത്യത്തിൽ ഇസ്രായേൽ എന്തിനാണ് ഗസയിൽ ഈ ആക്രമണം നടത്തുന്നത്? 2023 ഒക്ടോബറിൽ ഗസയിലല്ല, ഈ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഈ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണം, അന്ന് 1230 പേരോ മറ്റോ ആണ് ഇസ്രായേൽ കൊല്ലപ്പെട്ടത്. അതിൻ്റെ തിരിച്ചടിയാണ് പിന്നീട് ഉണ്ടാകുന്നത്. എന്നിട്ടും UN എടുക്കുന്ന നിലപാട് ഏകപക്ഷീയമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇവിടെ ഗസയിൽ ബാല്യമില്ലാതാക്കാൻ തീരുമാനിക്കുന്നു, പലസ്തീനികളെ വംശഹത്യ ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ ഇസ്രായേലാണ് കുറ്റപത്രത്തിൽ പ്രതിസ്ഥാനത്തുള്ളത്. സത്യത്തിൽ ഇസ്രായേലാണോ പ്രതി? അല്ല, ഇതിൻ്റെ ഒരു UN ആണ് സത്യത്തിൽ. നമ്മൾ UN ആരാണ്, UNൻ്റെ നിലപാട് എന്താണ്? അത് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും രാഷ്ട്രങ്ങളെയും ചേർത്ത് നിർത്തേണ്ട ഒന്നാണ്. ഈ പക്ഷപാതമില്ലാതെ പെരുമാറി ലോകരാജ്യങ്ങളിലെ മാനുഷിക പ്രശ്നങ്ങളെ ഒരേ പരിഗണനയോടെ നീതിബോധത്തോടെ പരിഗണിക്കേണ്ട ഒന്നാണ് ഐക്യരാഷ്ട്രസഭ. കഴിഞ്ഞ കുറേ കാലമായിട്ട് അതാണോ? ഐക്യരാഷ്ട്രസഭയിലെ അതിൻ്റെ ഘടനയിൽ തന്നെയുണ്ട് പ്രശ്നം. അറിയാലോ നമുക്ക്, ഈ വമ്പന്മാർക്ക് വേറെയാണ് പദവി. സെക്യൂരിറ്റി കൗൺസിൽ എന്നൊക്കെ പറയുന്നത് വമ്പന്മാരുടെ ഒരു, അത് മാത്രമല്ല അവർക്ക് വീറ്റോ പവർ ഉണ്ട്. അതെ, ഏത് രാജ്യത്തെ അവർ തകർത്ത് കളയും. എന്ത് തീരുമാനം എടുത്താലും, ഇപ്പോൾ UN ജനറൽ കൗൺസിൽ എന്ത് തീരുമാനം എടുത്താലും, അതായത് മുഴുവൻ രാഷ്ട്രങ്ങളുടെയും വിദേശകാര്യമന്ത്രിയോ പ്രതിനിധികളോ പങ്കെടുക്കുന്ന ജനറൽ കൗൺസിൽ എന്ത് തീരുമാനം എടുത്താലും അതിനെ വീറ്റോ ചെയ്യാൻ ഒരു രാജ്യത്തിന് അധികാരമുള്ളൂ. അങ്ങനെ അധികാരമുള്ള 4-5 രാജ്യങ്ങളുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഐക്യരാഷ്ട്രസഭ ഒരു ക്രിയേറ്റീവ് ബോഡിയാവുക? എങ്ങനെയാണ് നീതിപൂർവ്വം ഒരു തീരുമാനം എടുക്കാൻ പറ്റുക? അത് തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഒടുവിലത്തെ തീരുമാനവും. ഒടുവിലത്തെ തീരുമാനത്തിൽ ഒരു ഘടകം കൂടിയുണ്ട്. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചോ? ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ എല്ലാ ദിവസത്തെയും വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. സിവിലിയന്മാർ ആക്രമിക്കപ്പെടുന്നു. എന്തിനാണ് ഗസയിൽ സിവിലിയന്മാർ ആക്രമിക്കപ്പെട്ടത്? മനുഷ്യ ബോംബുകളായിട്ട് ഇവരെ മനുഷ്യ കവചങ്ങളായിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഹ്യൂമൻ സ്ക്രീൻ എന്ന് പറയില്ലേ, മനുഷ്യ മറകൾ ആയിട്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ഇവരുടെ ഒരു ഭീകരവാദി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് ഇസ്രായേലിൽ ആക്രമണം നടത്തിയിട്ട് അവർ പോയി ഒളിച്ചിരിക്കുന്ന എവിടെയാണ്? ആശുപത്രികളിൽ ഒളിച്ചാൽ അവരെ പിടിക്കാൻ എവിടെയാണ് ബോംബിടുക? ആശുപത്രികൾക്ക് ബോംബിടും. തീർച്ചയായിട്ടും അമ്മമാരും കുട്ടികളൊക്കെ ഉണ്ടാവും. സിവിലിയന്മാരെ ആക്രമിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ യുദ്ധത്തിൻ്റെ നീതിക്കും നിയമത്തിനും നിരക്കുന്നതല്ല. പക്ഷെ അതിന് അവസരം ഉണ്ടാക്കിയത് ആരാ? ഇപ്പോൾ പള്ളിയിൽ, ദേവാലയങ്ങളിൽ പോലീസ് കയറാൻ പാടില്ല നമ്മൾ സാധാരണ പറയുമല്ലോ. ഒരു ക്രിമിനൽ നാട്ടിൽ ഭീകരപ്രവർത്തനം നടത്തിയിട്ട് നേരെ ഒളിച്ചിരിക്കുന്നത് പള്ളിയിലാണെങ്കിലോ, മുസ്ലിം പള്ളിയിലായാലും ഹിന്ദു ക്ഷേത്രത്തിലായാലും അവിടെ പിന്നെ പോലീസ് കയറാൻ പാടില്ല എന്ന് പറയുമോ? ഈ സുവർണക്ഷേത്രത്തിൽ ഓർമ്മയില്ലേ, പോലീസ് കയറി എന്ന് പറഞ്ഞിട്ടാണല്ലോ വലിയ സിഖ് തീവ്രവാദം ശക്തിപ്പെട്ടതും ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രിയുടെ മരണത്തിന് വരെ ഇടയാക്കിയതും. അതെ, എന്തായിരുന്നു അതിൻ്റെ അടിസ്ഥാന കാരണം? ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നത് സുവർണക്ഷേത്രത്തിലാണെങ്കിൽ നിവൃത്തിയില്ലല്ലോ. പോലീസിനും പട്ടാളത്തിനും അവരെ എല്ലാ മര്യാദകളും ലംഘിക്കുന്നത് പലപ്പോഴും ക്രിമിനലുകൾ മര്യാദ ലംഘിക്കുമ്പോൾ പോലീസിനും പട്ടാളത്തിനും മര്യാദ ലംഘിക്കേണ്ടി വരും. ഇത് തന്നെയാണ് യുദ്ധത്തിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അവരുടെ നാട്ടിൽ നുഴഞ്ഞു കയറിയിട്ട് ഭീകരവാദികൾ പോയിട്ട് ആശുപത്രിയിൽ ഒളിച്ചാൽ ആശുപത്രി തകർക്കേണ്ടി വരും. ആ മാർക്കറ്റിൽ ഒളിച്ചാൽ മാർക്കറ്റിൽ ബോംബിടും. അതാണ് സംഭവിക്കുക. അപ്പോൾ തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. മനുഷ്യത്വരഹിതമല്ലേ? തെറ്റാണ്. കുട്ടികളും സ്ത്രീകളും സിവിലിയന്മാരും സാധാരണ ജനങ്ങളും കൊല്ലപ്പെടാൻ പാടുണ്ടോ യുദ്ധത്തിൽ? പാടില്ല. പക്ഷെ ആരാണ് ഇതിന് കാരണക്കാർ? ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സംഭവമാണെങ്കിൽ, ചരിത്രത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ നമുക്ക് പറയാം, ഇസ്രായേലിനോട് ഒന്ന് പുറത്തൂടെ, അത് ഈ 2 ഭീകരവാദികളായ പിള്ളേർ കാണിച്ച മണ്ടത്തരമല്ലേ? നിങ്ങൾ അതിന് തിരിച്ച് ആ ജനതയെ മുഴുവനും, ആ ജനതയിലെ 2000-ഓളം എത്രയല്ലേ കുട്ടികളെ കൊന്നു? 20,000 കുട്ടികളെ കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അതിന് ഉത്തരവുണ്ട്. ഇത് ആദ്യത്തേതല്ല. കഴിഞ്ഞ 77-78 കൊല്ലമായി ഇവരനുഭവിക്കുകയാണ്. ഞങ്ങളുടെ സുരക്ഷാ പ്രശ്നത്തിന് ഇനി ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല, കോംപ്രമൈസ് ഇല്ല എന്നാണ് അവരുടെ നിലപാട്. അത് സത്യവുമാണ്. പാലസ്തീൻകാരായ കുട്ടികൾ ശാരീരികവും മാനസികവുമായ മുറിവേറ്റവരാണ്. അവർക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, അനാഥരാണ്. മാത്രമല്ല ഇവരുടെ വിദ്യാഭ്യാസ, ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരുപാട് വീഴ്ചകളുണ്ടാകും. ചുരുക്കം പറഞ്ഞാൽ ഈ പലസ്തീനിലെ കുട്ടികൾ ഇല്ലാതാകുന്നതോടുകൂടി ആ പലസ്തീൻ എന്ന് പറയുന്ന ജനതയുടെ ഭാവി എന്താകും, ആരിലേക്ക് എത്തിപ്പെടും, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ യുദ്ധത്തിൽ നിയതമായ നിയമങ്ങൾ അങ്ങനെയൊന്നുമില്ലല്ലോ. യുദ്ധം എന്ന് പറയുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. ഇവിടെ കുട്ടികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മാഷ്
പറഞ്ഞതുപോലെ അവിടുത്തെ തദ്ദേശീയ ആളുകളെ ഹ്യൂമൻ ഷീൽഡായി നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഒളിച്ചിരുന്നിട്ട് ആക്രമണം നടത്തുന്നു. ഇവരെ പ്രത്യാക്രമണം നടത്തുന്നത് എങ്ങനെയാണ്? GPS വെച്ചിട്ട് എവിടെ നിന്നാണോ മിസൈൽ വന്നത്, എവിടെ നിന്നാണോ ആയുധം വന്നത്, അവിടെ ലക്ഷ്യമാക്കി തിരിച്ചടിക്കുക. അല്ലാതെ അവിടെ ആശുപത്രിയാണോ ഇന്നതാണെന്നല്ല. പക്ഷേ UN ഇപ്പോഴും പറയുന്നത് ഗസയിലെ ബാല്യം ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചു. UN എങ്ങനെയാണ് അതൊക്കെ പറയാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആക്രമണത്തെ ആദ്യമേ ചെറുക്കേണ്ടത്, നിങ്ങൾ കാണിച്ച തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് UN ആയിരുന്നില്ലേ? അപ്പോൾ പക്ഷപാതിത്വപരമായ നിലപാട് സ്വീകരിക്കുന്ന UN ഈ ഗസയിൽ ബാല്യം ഇല്ലാതായി എന്ന് പറഞ്ഞിട്ട് വലിയൊരു വാർത്ത പുറത്തേക്ക് വിട്ടാൽ ആഗോള മാധ്യമങ്ങളിൽ ഏറിയ പങ്കും അത് കൃത്യമായിട്ട് ഏറ്റുപിടിക്കുന്നു. കാരണം എന്താ? അവരുടെ പ്രഖ്യാപിത ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അങ്ങനെ കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? ആണ്. പക്ഷെ ആ ഒരു വേൾഡ് ടെമ്പോ അത് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇപ്പോൾ UN രംഗത്ത് വരാനുള്ള ഇപ്പോഴത്തെ കാരണം എന്താ? ഇതുവരെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ വെടിനിർത്തൽ വരെ എത്തി എന്തൊക്കെ പറഞ്ഞാലും യുദ്ധം നടക്കുമ്പോൾ ഇല്ലാത്ത തരത്തിലുള്ള വിലയിരുത്തലാണ്. രണ്ട് കാരണമുണ്ട്. എപ്പോഴും ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഹ്യൂമൻ വാച്ച് സംവിധാനം ഉണ്ടല്ലോ, ആംനസ്റ്റി ആയാലും അതിൻ്റെ കുറേ സംവിധാനങ്ങളുണ്ട്. അവർ ഒരു യുദ്ധത്തിന് ശേഷമാണ് അതിൻ്റെ കണക്കെടുക്കുക. അപ്പോഴേ നമുക്ക് യുദ്ധത്തിൻ്റെ ശരിയായ കണക്ക് കിട്ടുള്ളൂ. ഈ 20,000 കുട്ടികൾ മരിച്ച കണക്ക് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഇപ്പോഴാണ് കേൾക്കുന്നത്. ഒരു പക്ഷേ യുദ്ധം കഴിഞ്ഞാലേ യുദ്ധത്തിൻ്റെ അസസ്മെൻറ്റ് നടക്കുള്ളൂ. അതിന് സമയമായപ്പോൾ അവർ ചെയ്തതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നതിൽ UN പ്രത്യേകമായൊരു താല്പര്യം കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? ലോകത്തിലെ ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് തെറ്റിയിട്ടുണ്ട്. ലോകത്തിപ്പോൾ നമ്മൾ ഈ ഫലസ്തീൻ പ്രശ്നം കേട്ട കാലം തൊട്ട് നമ്മൾ കേട്ടത് എന്താ? അമേരിക്ക ഇസ്രായേൽ എന്ന ദ്വന്ദ്വമാണ്. അമേരിക്ക ഇസ്രായേൽ ഒരുമിച്ച് അറബ് രാജ്യങ്ങളെ എതിർക്കുന്നു എന്നായിരുന്നു കേട്ടിരുന്നത്. അതുകൊണ്ട് അമേരിക്കയോടും ഇസ്രായേലിനോടും ഒരുപോലെ ശത്രുത പുലർത്തിയിരുന്ന ഒരു സമീപനമാണ് അറബ് രാജ്യങ്ങളൊക്കെ എടുത്തിരുന്നത്. ആ ബാലൻസ് തെറ്റിയിരിക്കുന്നു. ഇപ്പോൾ എന്താ? ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടാളിയും ഏറ്റവും വിശ്വസ്തനായ രാജ്യവുമായിട്ട് ഇസ്രായേൽ മാറിയിട്ടുണ്ട്. 2, വേണമെങ്കിൽ അമേരിക്കയെ തന്നെ വെല്ലുവിളിക്കാനുള്ള ശേഷിയുള്ള രാജ്യമായിട്ടും ഇസ്രായേൽ വളർന്നിട്ടുണ്ട്. അമേരിക്ക നടത്തുന്ന ഒരു ആഹ്വാനവും പരസ്യമായി തള്ളിക്കളയുന്നു, ഒന്നും ചെവിക്കൊള്ളാതെ പരസ്യമായി തള്ളിക്കളയുന്ന രാഷ്ട്രമായിട്ട് ഇസ്രായേൽ മാറിയിട്ടുണ്ട്. ഒരു അമേരിക്ക ഇസ്രായേൽ ഫ്രിക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. UN സത്യത്തിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ നടത്തുന്നത് അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേലിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു നീക്കമാണ്. അല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും അതുകൊണ്ടില്ലല്ലോ. അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു കോംപ്രമൈസ് മീറ്റിംഗ് അവിടെ നടക്കുമ്പോൾ ഇസ്രായേൽ അതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിനെ ലോക മാധ്യമങ്ങളുടെ മുമ്പിൽ താറടിച്ച് സത്യം പറഞ്ഞാൽ ഇസ്രായേൽ എടുത്ത നിലപാട് വളരെ ശരിയല്ലേ? കാരണം ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ ഈ യുദ്ധമുഖത്തേക്ക് ഇറങ്ങി തിരിച്ച് ആ ലക്ഷ്യം പൂർത്തീകരിക്കുക. അല്ലാതെ പാതിയിൽ വെച്ച് വിട്ടൊഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന UN ആണെന്ന് ലോകത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി അവർ ബോധ്യപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും അമേരിക്കയുടെ താല്പര്യങ്ങൾ വെറും കച്ചവട താല്പര്യമാണ്. അമേരിക്ക ഇതിൽ കക്ഷിയല്ലല്ലോ. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇറാനുമായി ഉണ്ടായിരുന്ന പ്രശ്നം എന്താ? എണ്ണയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന 3 രാജ്യങ്ങളും തൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. ഒന്ന് സൗദി അറേബ്യയാണ്. അവർ ചൊൽപ്പടിയിൽ നിന്നിരുന്നു ഇക്കാലം വരെ. ഇപ്പോൾ അതിലും ചെറിയ മാറ്റം വരുന്നുണ്ട്. രണ്ടാമത്തെ രാജ്യം വെനിസുലയാണ്. വെനിസുലയുടെ ഭരണകൂടത്തെ അടക്കം രാത്രി കടത്തിക്കൊണ്ട് പോയിട്ട് അവിടെ വെച്ച് അടിമകളാക്കിയിരിക്കുകയാണ് ഇവർ. ആ സംവിധാനം ഇറാൻ എടുത്തിട്ടില്ല. ഇറാൻ എത്രയോ കാലമായിട്ട് ചെറുത്തു നിൽക്കുന്നു. അങ്ങനെയാണ് ഇറാൻ എതിരായിട്ട് ഉപരോധം വരുന്നത്. എന്താ കാര്യം? സാമ്പത്തികമാണ് താല്പര്യം, എണ്ണ ഊറ്റലാണ് താല്പര്യം. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രശ്നം അതല്ല. ഇസ്രായേൽ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. 48-ൽ ഇതേ UN ആണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. ഒരു കരാർ പ്രഖ്യാപിക്കുമ്പോൾ UN ഒരു തീരുമാനം എടുത്ത് പ്രഖ്യാപിക്കുമ്പോൾ 2 പക്ഷവും അനുസരിക്കണ്ടേ? ഇസ്രായേൽ മാത്രമേ അനുസരിച്ചുള്ളൂ. ഇസ്രായേൽ UN തീരുമാനം ഒരു കാലത്തും ധിക്കരിച്ചിട്ടില്ല. പക്ഷെ അത് UN തീരുമാനം സ്വീകരിച്ചതിൻ്റെ പേരിലാണ് ഇസ്രായേൽ വേട്ടയാടപ്പെട്ടത് ചരിത്രത്തിൽ ഇന്നോളം. അപ്പോൾ UN ആരുടെ കൂടെ? ഇപ്പോൾ സത്യത്തിൽ UN, ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് ഒരു യുദ്ധം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നല്ലതല്ലല്ലോ. സമാധാനത്തിന് വേണ്ടിയാണ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. സമാധാനം ഉണ്ടാവാനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മുടേതല്ലാത്ത കാരണത്താൽ യുദ്ധമുണ്ടായാൽ ആ യുദ്ധം അവസാനിപ്പിക്കാൻ എന്നേക്കുമായി സമാധാനം വരുത്താൻ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി തങ്ങളുടെ ശത്രുക്കളാണ് ആരാണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് സ്ഥിതിക്ക് അവരുടെ താവളങ്ങളിൽ പോയി തകർക്കാൻ ഒരു രാജ്യം തീരുമാനിച്ചാൽ, അതും ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം അംഗീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇസ്രായേലിന് ആ യുദ്ധം നയിക്കേണ്ടി വരുമ്പോൾ ഈ UN ആരുടെ കൂടെ നിൽക്കേണ്ടത്? സത്യത്തിൽ ഈ കുറ്റപ്പെടുത്തുന്നതിൽ തിരിച്ചറിയണ്ടേ? സത്യത്തിൽ അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്ന സാഹചര്യം പഠിക്കണ്ടേ? ഒക്ടോബർ 7 അവരെ അപലപിക്കണ്ടേ? വേണ്ട. 48-ൽ ഇസ്രായേലിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം UN എടുത്തപ്പോൾ ഈ 5 അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ഏകപക്ഷീയമായി ആക്രമിച്ചപ്പോഴല്ലേ ഈ പ്രശ്നം തുടങ്ങുന്നത്. അന്നു മുതൽ തോറ്റുകൊണ്ടിരുന്നതാണ്. ഇസ്രായേൽ അന്നു മുതൽ തീരുമാനിച്ചതാണ്, ഞങ്ങളിത് ഫിനിഷ് ചെയ്യും, വേറെ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് സമാധാനത്തോടെ ലോകത്ത് ജീവിക്കാൻ സാധിക്കണം. ഇനി
ഫലസ്തീൻ എങ്ങനെ ഇത്രയേറെ അനാഥമായി പോയത്? ഫലസ്തീൻ്റെ കൂടെ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 2, ഏകപക്ഷീയമായി ചാവേറുകളെ പടച്ചു വിട്ടിട്ട് സ്വന്തം ജനതയെ ചാവാൻ കൊടുത്തത് ഒരു ആ ലീഡർഷിപ്പ് ആരാ? ഫലസ്തീൻ ലീഡർഷിപ്പ് അല്ലേ? എന്നെങ്കിലും കോംപ്രമൈസിലേക്കൊരു ഞങ്ങളുടെ മക്കൾക്ക് നാളെ ഈ കുട്ടികൾക്ക് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന 20,000 കുട്ടികൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം എന്ന ബോധ്യം പ്രാഥമികമായി നയിക്കേണ്ടത് ഫലസ്തീൻ്റെ ലീഡർഷിപ്പിനല്ലേ? ആരുടെ വീഴ്ചയാണത് യഥാർത്ഥത്തിൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ജീവിക്കണം. ഇത് ഇവർ പഠിക്കേണ്ടത് എവിടുന്നാ? ഞങ്ങൾ പണ്ട് ഇസ്രായേൽ ഞങ്ങളെ പണ്ടത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ചില്ലേ, 6 ഡേ വാറിൽ തോൽപ്പിച്ചില്ലേ, 48-ൽ തോൽപ്പിച്ചില്ലേ എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും ഭീകരമായിട്ട് തോറ്റ ഒരു ജനതയുടെ പേരല്ലേ ജൂതന്മാർ? അതെ. അവർ എത്ര ലക്ഷത്തിനെയാണ് അവരുടെ അപ്പന്മാരെയും അപ്പൂപ്പന്മാരെയും ഹിറ്റ്ലർ കൊന്നത്? എത്ര കാലങ്ങളായിട്ട് ഭൂമുഖത്തുനിന്ന് ജൂതന്മാരെ ജൂതന്മാരെ തുടച്ചു നീക്കാനുള്ള നീക്കം ആരാണ് നടത്താത്തത്? ആദ്യം നടത്തിയത് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ആദ്യം ജൂത സാമ്രാജ്യവും ക്രിസ്ത്യാനിറ്റിയുമാണ് നടത്തിയത്. അത് കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾ വലിയ ശത്രുതയോടെ പെരുമാറിയിട്ട് അതിപ്പോൾ തുടരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഇതിനൊക്കെ ഇടയിൽ അപ്പോഴാണ് കത്തോലിക്ക ക്രിസ്ത്യാനിയായ ഹിറ്റ്ലർ ഇവരെ കൂട്ടക്കൊല ചെയ്തത്. അവരെന്താ ചെയ്തത്? ആ പ്രതികാരവുമായിട്ട് പോയി തിരിച്ച് ചാവേറുകളാവുകയല്ല, ലോകത്തിലെ മർമ്മപ്രധാനമായ ഭരണകൂടങ്ങളിലൊക്കെ അവർ സ്വാധീനമുണ്ടാക്കി, വലിയ തോതിൽ വളർന്നു. മാത്രമല്ല, കണക്ക് പറഞ്ഞ് ഐക്യരാഷ്ട്രസഭയുടെ വിശ്വസ്തരായി നിന്നുകൊണ്ട് തന്നെ അവരുടെ സമുദായത്തിൽ, അവരുടെ സമൂഹത്തിൽ നിന്ന് ജൂതനായി എന്ന ഒറ്റ കുറ്റത്തിന് ഹോളോകാസ്റ്റിൽ കൊല്ലപ്പെട്ട ജൂതന്മാരുടെ കണക്ക് പറഞ്ഞിട്ട് പുതിയ ഇസ്രായേൽ ഭരണകൂടം നഷ്ടപരിഹാരം വാങ്ങി. ആ നഷ്ടപരിഹാരം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിച്ചു. വല്ലതും ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നെങ്കിൽ ഫലസ്തീനികൾക്കും പഠിച്ചൂടെ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയുള്ളൊരു ജനതയ്ക്ക് ജീവിക്കണം തീരുമാനിക്കേണ്ട. ഇപ്പോഴും ആ ബോധ്യമില്ലല്ലോ. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇസ്രായേലിനെ എങ്ങനെ ഏകപക്ഷീയമായി വംശഹത്യ, തീർച്ചയായിട്ടും ഒരു വംശം മുഴുവൻ ഞങ്ങൾക്കെതിരാണ് എന്നൊരു രാജ്യത്തിന് തോന്നിയാൽ ആ രാജ്യത്തിൻ്റെ അന്തിമമായ സ്ട്രാറ്റജി എന്തായിരിക്കും? അതുകൊണ്ട് കുട്ടികളെ നേരത്തെ കൊന്നാൽ ഇവൻ ഭീകരവാദിയാവില്ല. 20,000 പേരെ കൊന്ന് മക്കളാവുമ്പോൾ തന്നെ കൊന്നാൽ പിന്നെ അവൻ ഭീകരവാദിയാവില്ല എന്നായിരിക്കുമല്ലോ ഇസ്രായേലിൻ്റെ ന്യായം. അങ്ങനെ ഒരു ന്യായം ഉണ്ടല്ലോ അവർക്ക്. ഞാൻ പറയുന്നത് വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണാതെ ഏകപക്ഷീയമായി ഈ കാഴ്ചകളിൽ വികാരം കൊണ്ട് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല. UN ഇപ്പോൾ ചെയ്യുന്നത് അമേരിക്കയുടെ ചട്ടുകമായി ഒരിക്കൽ കൂടി അവർ രംഗത്ത് വരികയാണ് എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.